2020 മാർച്ചാണ് സാർ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം ആ സമയത്ത് ഞാൻ ഇതെങ്ങനെ തീർക്കും, എൻ്റെ ഫൈനൽ ഇയർ എക്സാം സൈഡിൽ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് ഇതിൻ്റെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആപ്പ് തീരുന്നില്ല. കാര്യം കേരളത്തിൽ ടെക്നോളജിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഈ ഫ്രീലാൻസ് എല്ലാം വർക്ക് ചെയ്ത് ഈ ആപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീരുന്നില്ല, പൈസ കൂടുന്നുണ്ട്, കടവാകുന്നുണ്ട്, എല്ലാം വന്നു. അപ്പോൾ ഞാനൊരു പാരലൽ ഒരു ഓഫ്ലൈൻ ക്ലാസ് റൺ ചെയ്യാം, ഒരു ക്രാഷ് കോഴ്സ് തുടങ്ങാം. എൻ്റെ സ്കൂൾ, അതായത് SGV ഹയർ സെക്കൻഡറി സ്കൂൾ വാടകയ്ക്ക് എടുത്തു ഒരു മാസത്തേക്ക്, അതായത് അവധി സമയത്ത്. എന്നിട്ട് ക്രാഷ് പ്രോഗ്രാം അവിടെ വെച്ച് നടത്താമെന്നുള്ളത്. ഒരു 150 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മുറി, അവിടെ ഒരു വലിയ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ട് തുടങ്ങാം 2020 മാർച്ച്. അങ്ങനെ ഞാൻ സ്കൂളുകൾ കയറി ഇറങ്ങി സാർ, മാർക്കറ്റിംഗ്. അതായത് നമ്മളിത് അറിയണമല്ലോ 10 പേര്. അങ്ങനെ ഈ 150 സീറ്റ് ഞാൻ ഫില്ല് ചെയ്യാണ് സാർ. അതാണ് എൻ്റെ കുട്ടികളെ കിട്ടി. അത് കാരണം 1 രൂപ എനിക്ക് കിട്ടിയ 2 രൂപ അവർക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പം അങ്ങനെ ആ കുട്ടികൾ തന്ന ഫീസിൽ നിന്ന് എന്തൊക്കെ അവർക്ക് ക്രിയേറ്റീവായിട്ട് കൊടുക്കാന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്തു, വർക്ക് ചെയ്ത് തുടങ്ങി. എല്ലാം സെറ്റായി, ക്ലാസ് തുടങ്ങാൻ വേണ്ടി ഞാൻ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാം വരെയാണ്. അന്നാണ് കോവിഡ് വരുന്നത് സാർ. കിടക്കണം, എല്ലാം പോയി. 2000 കാര്യം ഓഫ്ലൈൻ സെന്ററാണ്, ഓഫ്ലൈൻ ക്ലാസ് അത് കൊടുക്കുന്ന കുട്ടികൾ നിന്നുപോയി. കാര്യം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് കോവിഡ് വന്നു. അപ്പോൾ പേരൻസ് ഒക്കെ തിരിച്ച് വിളിച്ച് കോൾ ചെയ്യാൻ തുടങ്ങി, പൈസ തിരിച്ചു തരണം, ക്ലാസ് നടക്കൂലല്ലോ. ഒരാളൊക്കെ പറയുന്നത് ഇനി ക്ലാസ്സേ ഉണ്ടാവും, ഇനി പുറത്തേ ഇറങ്ങൂല ആൾ. കോവിഡിന്റെ തുടക്ക സമയത്ത് പുറത്തേ ഇറങ്ങൂല ആളുകൾ, ഇനി ഒന്നും കിട്ടൂല, ഒന്നും നടക്കൂല ഇനി കേരളത്തിൽ. ഞാൻ കുട്ടിയെ പഠിപ്പിക്കുന്നില്ല, പൈസ തിരിച്ചു തരണം. അപ്പോൾ ഈ പൈസ എല്ലാം കടം വീട്ടിൽ പോയി.